ചിക്കൻ പെരട്ട്. അതിന് മുമ്പ് ഉള്ളി പെരട്ടുക അല്ലേ? ഇന്ന് ഉള്ളി പേസ്റ്റ് പോലെ ആക്കുക എന്നുവെച്ചാൽ അത് നല്ലപോലെ പേസ്റ്റ് ആക്കുക കേട്ടായി. ഇല്ല കുറച്ചേ ആക്കത്തുള്ളൂ, ചതയ്ക്കുന്ന രീതിയിലുള്ള പേസ്റ്റ്. ആ, ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ഉള്ളി, ചിക്കൻ റോസ്റ്റ് പെരട്ട്. ഇനി വേറെ പേര് വരും കേട്ടാ? ഇല്ല. അപ്പോൾ ഫൈനൽ ഫിക്സഡ്. അതെ. ആ, ഓക്കെ. കണ്ണെരിയുന്നേ എൻ്റെ പൊന്നമ്മച്ചി, ഇന്ന് എൻ്റെ കണ്ണിനെ പെരട്ട് പോകുന്നോ. കണ്ണെരിയുന്നു, എൻ്റെ കണ്ണടിച്ചു പോയി ഗൈസ്. എൻ്റെ ചേട്ടനെ നിന്ന് കരയുന്ന എല്ലാത്തിനും ഒരു തീരുമാനമൊക്കെ കരയണ്ട. അയ്യോ തമ്മേ, ഇവന്മാരെന്തോ കാന്താരിയാന്ന് ഇതിനകത്ത് വെച്ചിരിക്കുന്നേ, ഉള്ളി സവാളക്കകത്ത്. അയ്യോ ചേട്ടനെ കണ്ണാണെങ്കിൽ വെള്ളം അടിച്ചവരെ പോലെ ചുമന്നിട്ട് എൻ്റെ കണ്ണായില്ല. ഇനി മാറി പൊന്നു, ഒന്നാമത് ഇവിടെ കണ്ണ് നേറിയിട്ട് ഒരു രക്ഷയില്ല, കാണാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പേ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കുരുമുളകും കൂടെ പേസ്റ്റാക്കി, ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയത് എടുത്ത് വെച്ച് ദാണ്ട് ഇനി പച്ചമുളകും കൂടെ അരയ്ക്കുക. ദൈവമേ, പുകയെല്ലാം കൂടെ തള്ളിയിലേക്ക് കൊള്ളാം. എല്ലാവരും ഒരിച്ചിരി എണ്ണയും കൊണ്ട് മിക്കവാറും ബാത്റൂമിൽ പോകേണ്ടി വരും. ആ മതി. ഓഹ്, ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പച്ചമുളക് കഴിക്കത്തില്ലേ? ഇല്ല. പിന്നെ വിളഞ്ഞ പച്ചമുളകാകുമ്പോൾ നമ്മൾ ചതച്ചെടുക്കുന്ന രീതിയിൽ അരയ്ക്കുക. ചതച്ചെടുക്കുന്ന രീതിയിൽ അരയ്ക്കുക. തക്കാളി ഇത് വെക്കുന്നത് ഇനി തക്കാളി അത് ആരെയും കാണിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ ഒപ്പിയെടുക്കും ക്യാമറയിൽ, കുഴപ്പമില്ലല്ലേ? ഒപ്പിയെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ? വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല? പക്ഷേ ചേട്ടായി അന്നൊരിക്കൽ വെച്ച ചിക്കനായിരുന്നു പൊളി. എന്തൊരു രുചിയായിരുന്നു. അന്ന് ഞാൻ ചട്ടി വരെ വടിച്ചു നോക്കി. പക്ഷെ ചിക്കൻ പീസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ചാറമ്പ. ഇച്ചിരി പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പൊളിച്ചേനെ. അതിന് ശേഷം നിങ്ങൾ ചിക്കന് നമ്മൾ അവിടെ വെച്ചും കൊട്ടാരക്കര വെച്ചും ഉണ്ടാക്കി, ഇവിടെ വെച്ചും ഉണ്ടാക്കി. പക്ഷേ 7 വേലിക്ക് വന്നിട്ടില്ല, ഉള്ള കാര്യം പറയല്ലേ. വെക്കുന്ന ഓരോ രീതിയുണ്ട്. ചിലപ്പം പെട്ടെന്ന് വേണ്ടി വെക്കും, ചിലപ്പോൾ സമയമെടുത്ത് വെക്കും. അത് എങ്ങനെ വെച്ചോ ഏത് രീതി ഓരോ മാറ്റങ്ങൾ വരും. പക്ഷെ അന്ന് വെച്ച ചിക്കൻ്റെ കാര്യം പറഞ്ഞല്ലോ, വായിൽ വെള്ളം വന്ന്. പക്ഷെ അതിന് ശേഷം അതുപോലെ ഒത്തിട്ടില്ല. പക്ഷെ രുചിയുണ്ടേ വെക്കുന്നതിന്. പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എന്നാൽ പുല്ല് തികഞ്ഞോ? അതുമില്ല. അന്ന് നമ്മൾ 1/2 കിലോ ഇടം കണ്ട എടുത്തില്ലേ ഉണ്ടാക്കിയത്. പിന്നീടാ ഓർത്ത ആ ചിക്കനകത്ത് ഇതങ്ങ് ഇടായിരുന്നു. അടിപൊളി. അപ്പോൾ ഇപ്പോൾ ഫോണൊക്കെ അടിച്ച് തെറിപ്പിക്കും. നെല്ല് കാണിക്കട്ടെ നാട്ടുകാരെ. ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫോറിനായിട്ടുള്ള അടുപ്പിൽ ഞങ്ങൾ അമേരിക്കൻ കുക്കിംഗ് ആണ് നടക്കുന്നത്. അമേരിക്കൻ കുക്കിംഗ്. അമേരിക്കയിൽ മൊത്തം നടക്കുന്ന ഗ്യാസിലാണല്ലോ, ഇത് ഞങ്ങളുടെ ഒരു ഗ്യാസാണ്. അതെ, പിന്നെ കാശ് മുടക്കില്ലാത്തൊരു ഗ്യാസ്. അതെ, 2 വിറവും കുറച്ച് തീയും കൂടെ ഉണ്ടെങ്കിൽ ഗ്യാസ് റെഡി. ഒരു 3 കല്ലും ഉണ്ടാക്കി. അതിനകത്ത് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇനി എണ്ണ ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ട്. എന്തേ എടാ, ഒരു തവി എടുത്ത് വിടുക. അമ്മ എണ്ണ തെറിക്കുന്നു. ആ തവിയൊക്കെ ഉണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമ്മളെ ഇടാൻ പോകുന്ന മസാല എന്ന് പറയുന്നത് വെച്ച് തക്കാളി, പച്ചമുളക്. തക്കാളിയും പച്ചമുളകും കൂടെ വെഞ്ചരിച്ച് നമ്മൾ വെഞ്ചരിക്കാന്ന് വെച്ചാൽ എന്തുവാട്ടെ? ചവിട്ടി കൂട്ടുക. എന്തുവാട്ടെ? നല്ല രീതിയിൽ പറയാം, ആൾക്കാർ കേൾക്കുന്നതല്ലേ. അതിനെ നല്ലപോലെ ചതച്ചെടുത്ത പച്ചമുളകും പിന്നെ തക്കാളിയും കൂടെ അതിനെ നല്ലപോലെ അങ്ങോട്ട് എണ്ണയിലിട്ട് അങ്ങോട്ട് വരട്ടി എടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേന്, വലുതായിട്ടൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് റെഡായി കഴിയുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി
ആ അതെ തന്നെ എൻ്റെ കൊച്ചു പറഞ്ഞു തന്നെ, എൻ്റെ കൊച്ചു പറഞ്ഞില്ലേ. ആ ആ ചട്ടി വെച്ചു. ആ ആ അന്നേരം എൻ്റെ കൊച്ചു പറഞ്ഞ എല്ലാവരും കേട്ടെന്ന് ഞാൻ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു. തിന്നാൻ പറ്റും. തോലെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വറുത്ത് ഇങ്ങനെ നല്ലപോലെ വരട്ടിയെടുത്ത് കറി വെച്ചെങ്കിൽ ഇത് തിന്നാൻ പറ്റും. ആ നമ്മൾ തക്കാളി എല്ലാം വഴട്ടിയെടുത്ത് മുളകും കൂടി ഇട്ടിട്ട് നാടൊക്കെ ചെറിയൊരു റെഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി, സവാള, കൊച്ചുള്ളി, അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ്. അരച്ചെന്ന് പറയാൻ പറ്റില്ല, ചതച്ചെടുത്തത്. അരച്ചതിൻ്റെ ടേസ്റ്റ് പോകും. അരച്ച ടേസ്റ്റ് പോകും. പിന്നെ നമ്മളത് വെച്ചിട്ട് പിന്നെ കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഇപ്പം ഇട്ട മിശ്രിതം എല്ലാം കൂടെ ഒന്ന് റെഡായിട്ട് വന്നു കഴിയുമ്പോഴത്തേന് അടുത്ത നമ്മൾ മസാലക്കൂട്ട് നമ്മൾ ചേർക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പിടും. ഉപ്പിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഒരു മയം വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന കല്ലുപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പാണ്. ഈ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ വരുന്നെങ്കിൽ നമ്മൾ കല്ലുപ്പിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയെല്ലാം നമുക്കൊന്ന് മയമായിട്ട് വരികയും ഒന്ന് ക്ലിയർ ആവുകയും ചെയ്യുമ്പോഴത്തേന് പിന്നെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മസാല കാര്യങ്ങളൊന്നും ചേർക്കൊന്നും വേണ്ട ചിക്കൻ്റെ കൂട്ടത്തിൽ. അല്ലാതെ തന്നെ നമ്മൾ മസാലയും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയറാക്കി വിടുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഇട്ട ചേരുവകളെല്ലാം നിറമാറ്റം കാണുന്നുണ്ട്. മസാല എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. നമ്മുടെ ഇട്ട സവാളയും കൊച്ചുള്ളിയും എല്ലാം ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. കാണാണ്ടില്ല, ഗോൾഡൻ കളർ വന്നിരിക്കുകയാണ്. ഗോൾഡൻ കളർ ഈ രീതിയിലായതിനു ശേഷം വെച്ച് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഇടേണ്ടത് മല്ലിപ്പൊടിയാണ്. രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണാണ്. അതിനുശേഷം നമ്മൾ മുളക് പേസ്റ്റ് ചെയ്തത്, രക്തത്തിൻ്റെ കളറുണ്ട്. നീ പേടിയാവുന്നത് കണ്ടിട്ട്. എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം അല്ലേ? ആ അടപ്പ് അടച്ചിട്ട് അത് വെച്ചൊന്ന് കുലുക്കും. അപ്പോൾ അതിലുള്ളതും കൂടെ ഇനി വരും. ഇത് വിറവടപ്പിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, ഗ്യാസിലല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മുളക് അരച്ച് പേസ്റ്റ് ചെയ്ത് കണ്ടേ അതിൻ്റെ കലക്കി നമ്മൾ എല്ലാം കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട്. മതി. ഇതിനി ഒന്നുകൂടെ ഒന്ന് ബ്രൗണായി വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ മസാല കറക്റ്റ് ക്ലിയർ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല ഇടും. പടിപ്പടിയായിട്ട് നമ്മൾ ഓരോ ഐറ്റങ്ങൾ നമ്മൾ വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചിക്കൻ ഇട്ട് വേവിച്ചാൽ മാത്രമേ അതിനുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ണിൽ കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല. പക്ഷെ ടേസ്റ്റ് കാണും,
ശരീരത്തിന് ദോഷമുണ്ടാവും. അതുണ്ടാകാത്ത രീതിയിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നും ഒരു ഗുണമായിരിക്കും. എല്ലാവരും വിചാരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ കാശ്മീരി ഇട്ടിട്ടുണ്ടെന്ന്. കാശ്മീരി ഒരിക്കലും ഇട്ടിട്ടില്ല ഗേസ്. ആണല്ലേ, ഇപ്പം തന്നെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. എണ്ണ തെളിയാൻ തുടങ്ങിയില്ലേ? എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാല ഇടും. ഗേസ് കണ്ടോ, കണ്ടോ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, തിളച്ചതിന് ശേഷം വെച്ച് എണ്ണ തെളിഞ്ഞ് വരാൻ കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാലപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. തോനെയൊന്നും ഇടാൻ പാടില്ല. 1.5 ടീസ്പൂണേ ഇടാൻ പാടുള്ളൂ. ഞാനിങ്ങനെ ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കൂടുതലാണ്. ഇല്ല, ഇത് 1.5 ടീസ്പൂണേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഇതിനെ നമ്മളിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് നമ്മളിട്ടാൽ അത് മൊത്തം ചെല്ലും. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് ഇനി ഒന്നുകൂടെ തിളച്ച് വരും. തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് വരും. അത് ഞാൻ കാണിക്കാം, ആരും ധൃതി കൂട്ടണ്ട. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വിറവടുപ്പിലാണ് ചെയ്യുന്നത്. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടത്തില്ല. വിറവടുപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഗ്യാസിലാകുമ്പോൾ നമുക്ക് അടി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. കണ്ടില്ലേ ഗ്യാസ്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. തീ നമുക്ക് അങ്ങനെ ഒരുപാട് നീക്കി വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റ് പാകമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം വെച്ചാണ് നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറയ്ക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. നമുക്ക് അടച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല. പല ആൾക്കാരും പറയാറുണ്ട് ഒന്ന് അടച്ച് വെക്കണമെന്ന്. അടയ്ക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കൊച്ചു കിടന്ന് ചിക്കൻ പിച്ച് പറിക്കുക. കാണിക്ക്, കണ്ടോ എൻ്റെ കൊച്ചു ചിക്കൻ പിടിച്ച് പറിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുന്ന എൻ്റെ കൊച്ചിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആർക്കും ഇതിനോട് താല്പര്യമില്ല. എന്ന് വെച്ചാൽ ചിക്കൻ വേണ്ടാത്തതുകൊണ്ടല്ല, എൻ്റെ കൊച്ചിന് ഇന്ന് വേണമെന്നുള്ള ഒരു രീതിയിൽ നമ്മളിന്ന് വെക്കുകയാണ്. ഗേസ് നോക്ക്, കണ്ടാണ്ട എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മസാല ചേർത്തതിന് ശേഷം വെച്ചാൽ ഒരു തുള്ളി എണ്ണ നമ്മൾ വെള്ളം പോലും ചേർത്തിട്ടില്ല. ആദ്യം ചേർത്ത വെള്ളമേ ഉള്ളൂ. അതിനുശേഷം ഇതാണ്ടല്ലേ ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. നല്ല രീതിയിൽ എണ്ണ വേർപെട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, റെഡായിട്ട് കാണുന്നില്ലേ? ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ഗ്യാസ് എല്ലാവരും വിചാരിക്കും നമ്മൾ ചിക്കൻ കഴുകി അങ്ങ് അതിലോട്ടങ്ങ് ഇടുക അല്ലേ എന്നുള്ള. അത് അങ്ങനെ തന്നെ ഇടണം. അങ്ങനെ ഇട്ടാൽ മാത്രമാണ് ചിക്കനും മസാലയും വെന്ത് കറക്റ്റായിട്ട് നമ്മൾ അതിലോട്ട് പിടിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കഴിച്ചാൽ രുചി കിട്ടുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ മസാലയുടെ കളർ വ്യത്യാസം കണ്ടില്ലേ? ഇതിനെയും ചിക്കനിലോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേന് ഇനി നമുക്ക് എങ്ങനെ ആയാലും ശരി 2 പ്ലേറ്റ് ചോറ് ഇതിൻ്റെ ഗ്രേവി മാത്രം മതി. കണ്ടില്ലേ, ഇത്രയും ഗ്രേവി കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഗ്യാസ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ഒന്ന് തിളച്ച് ഇപ്പോൾ വരുന്നുണ്ട്. അതുകൂടെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ആ കറിവേപ്പില ഇടുക. അതിനുശേഷം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി മല്ലിയില ഒന്ന് തൂക്കി വിടുക മുകളിലേക്ക്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഈ ചിക്കൻ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം കാണുന്നില്ലേ? കണ്ടില്ലേ, വേവുന്നതിൻ്റെ ആണ് ഈ കാണുന്നത്. ഈ ചിക്കൻ വേവുന്നതാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. കണ്ടില്ലേ ഇവിടുന്ന് വെന്ത് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇടുമ്പം തന്നെ നമുക്ക് അതിന് മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അന്നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഒരിക്കലും നമ്മൾ ചേർക്കുന്നില്ല. അന്നേരം നമുക്കത് മിക്സ് ചെയ്ത് വരാൻ വേണ്ടി, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു ലേശം വെള്ളം ആവൂലേ ചിക്കൻ? ചിക്കൻ്റെ വെള്ളം നമുക്ക് ഇറങ്ങും. ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്ന് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് അതിന് ശേഷം വെച്ച് നമുക്കൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വെച്ച് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർക്കാവോ, കൂടുതൽ ചേർക്കരുത്. എന്നാൽ പിന്നെ ഓക്കെ ഗേസ്, ഇത് റെഡി ആയതിനു ശേഷം വെച്ച് വീണ്ടും വരാം. ഇതെടുക്കല് ഗേസ്. താട്ടെ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിയില, പുതിന ഇല ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇടുകയാണ്. അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും തലയിരിച്ച ഇടുന്നത്. തലയിരിച്ചല്ല, ഇത് ചേരുവകൾ ആ രീതി ഇവിടെ ഇടായി. മല്ലിയിലയും പുതിനയിലും നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം വെച്ച് നമ്മൾ ഇടാൻ പോകുന്നത് ഇനി കരിവേപ്പിലയാണ്. കരിവേപ്പില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ആണേ എൻ്റെ കൊച്ചിടും. ആ ഇട്ടാട്ട്, എൻ്റെ പൊന്നെ ഇട്ടാട്ട്. കൈ പൊള്ളുവല്ല ദൈവമേ. ആ നമ്മൾ കരിവേപ്പില നമ്മൾ ഇട്ട് കഴിഞ്ഞു ഗേസ്. ആ കരിവേപ്പില ഇട്ടതിന് ശേഷം വെച്ച് നമ്മളൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് നമ്മുടെ പാചകം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഒന്നും ചേർക്കാനുമില്ല. അന്നേരം ഗേസ് ഇനി നമ്മുടെ ഇവിടെ കുക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗേസ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് നോക്കാൻ വേണ്ടി ആണ്ടേ ഒരുപാട് ഇടണ്ടേട്ടാ. ആ കറി നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, കാണുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് കറി. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി തിന്നും കൂടെ നോക്കട്ടെ. അടിപൊളികളെ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണോ? ഒന്ന് പറയാതെ ആന്നെങ്കിൽ ആന്നെന്ന് പറ. ആന്നോ? പൊളിച്ച്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനും കൂടെ ഒത്തിരി പിന്നെ ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എവിടെ എടുക്കുന്നുണ്ടോ വീഡിയോ? ചേട്ടൻ കഴിച്ചോ, ഞാൻ തരാം. ഒരു രക്ഷയില്ല കേട്ടാ. വാവ്, എടുക്കാൻ പറ്റുന്നില്ല, എന്തൊരു ചൂട്. വെറുതെ പറയല്ല കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. ഗേസ് ഞാൻ വെച്ചത് കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ വേറെ വെറൈറ്റി രീതി വെച്ചോണ്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ചേർത്തു, പുതിനയല്ല. പക്ഷെ ആ ചേർത്തപ്പോഴത്തേന് അടിപൊളി, നല്ല ടേസ്റ്റ്. നോക്ക് എൻ്റെ കൊച്ചെന്ത് ചെയ്യുന്ന നോക്കിയേ. ചൂട് ഇതാട്ടെ. അതുവരെ എൻ്റെ ഈ വീട്ടിൽ ഞാൻ ചിക്കൻ കറി വെച്ച് ഞാൻ പുതിന ചേർത്തിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് ചേർത്തപ്പോഴത്തേന് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം. പൊളിച്ച് അവൻ തിന്നു കേട്ടോ. ഒരു പൊടിക്കൊച്ച് ഇങ്ങനെ തിന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കൊള്ളാവോ? അടിപൊളിയാണോ? അടിപൊളിയാന്ന്. സൂപ്പർ. പക്ഷെ ഈ കറിക്ക് ഒരൊറ്റ കുറവേ ഉള്ളൂ, ഒരു പൊറോട്ട കിട്ടാതായി പോയി. ആ ഒരു കുറവേ ഇതിനകത്തുള്ളൂ. ആഹാ, ഒന്നും പറയാനില്ല.